ജയകുമാറിന്റെ ശംഖനാദം കേട്ടാണ് ശബരിമല ശ്രീധർമ്മശാസ്താവ് ഉണരുന്നത്. പിന്നീട് ഉഷപൂജ മുതൽ അത്താഴ പൂജ വരെ വിവിധ ഘട്ടങ്ങളിൽ ജയകുമാർ സോപാനത്തെ ഭക്തിസാന്ദ്രമാക്കും. ശനിയാഴ്ച ഇവനൊരു കീർത്തനം പാടും. വൈകിട്ട് ദിവാരാന രാവിലത്തെ ഉഷപൂജയുണ്ട്. പിന്നെ ഇനി അത്താഴപൂജ 9 വരെ ആകുമ്പോൾ അത്താഴപൂജയാവും. ഇവിടെ ഇപ്പോൾ രാവിലെ ഉഷപൂജ, അത് കഴിഞ്ഞാൽ അത് 7 മണിക്കാണ്. 7:30 ആകുമ്പോഴത്തേക്ക് ഉഷപൂജയാവും. മാളികപ്പുറത്താണ് ആദ്യത്തോണം. അത് കഴിഞ്ഞാൽ പിന്നെ 9 വരെ കളപൂജ, കളപത്തിൻ്റെ പൂജയാവും നറ. അത് കഴിഞ്ഞാൽ അതിന് 2 ഓടണം. അത് കഴിഞ്ഞ് 11 മണി, ഒരു 11:30 12 മണി ആകുമ്പോഴത്തേക്കും മരപ്പാണി, കളപത്തിൻ്റെ പാണി. അത് കഴിഞ്ഞ് കളഭാഭിഷേകം കഴിഞ്ഞാൽ ഉച്ചപൂജ. അയ്യപ്പന് മുന്നിൽ മഹാദേവന്റെയും കൃഷ്ണന്റെയും കീർത്തനങ്ങളും അഷ്ടപതിയും ആലപിക്കുമെങ്കിലും ബുധനും ശനിയും അയ്യപ്പ കീർത്തനങ്ങൾ പ്രത്യേകമായി ആലപിക്കും. എല്ലാവരുടെയും അനുഗ്രഹത്താൽ ലഭിച്ച അവസരം ഭംഗിയായി നിറവേറ്റാൻ സാധിക്കുന്നു എന്നും ജയകുമാർ. എനിക്ക് സർവീസ് മുഴുവൻ വയ്ക്കും മഹാദേവക്ഷേത്രത്തിലാണ്. ഒരു വലിയ അച്ഛൻ്റെ അടുത്ത് നിന്ന് തന്നെ, വൈക്കത്തപ്പൻ്റെ അടുത്ത് നിന്ന് തന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. അതിന് കൂടുതൽ സർവീസ് അവിടെയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ധാനത്തപ്പൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിലായിരുന്നു. അതിന് അവിടെ ഒരു ഭഗവതി ക്ഷേത്രമുണ്ട്. അവിടെ അടുത്ത് തന്നെ കൂട്ടുമരുന്നുണ്ട്. ഈ 2-3 നിന്നിട്ടാണ് ഞാനിവിടെ ഇങ്ങോട്ട് പോകുന്നത്. ഓരോ മൂർത്തിയുടെയും ധ്യാനത്തിനനുസരിച്ച് പൂർവികരായി ചിട്ടപ്പെടുത്തിയ രീതിയാണ് ഇന്നും സോപാന സംഗീതത്തിൽ പിന്തുടരുന്നത്. ഉഷപൂജയ്ക്ക് ദേശാക്ഷി രാഗം പാടി അതിൻ്റെ ധ്യാനം, ഈ അകാരം രാഗമായിട്ടുണ്ട്. ആ രാഗം പാടി അതിൻ്റെ ഒരു ധ്യാന ശ്ലോകമുണ്ട്, അത് പാടുക. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ പൂജ ശ്രീകണ്ഠി എന്ന് പറയും. അത് കഴിഞ്ഞ് നടത്ത പന്തീരടിക്ക്, പിന്നെ ഉച്ചപൂജയ്ക്ക് മലഹരി, ദീപാരാധനയ്ക്ക് സാമന്ത മലഹരി, അത്താഴ പൂജയ്ക്ക് അന്തരി. സമയം തെറ്റി വരുമ്പോൾ അതിന് വേറെ രാഗങ്ങൾ മാറി വരുന്നു. അങ്ങനെയുള്ള ഓരോ കൽപ്പിച്ച് കീർത്തന ധ്യാനിയുണ്ട് ഓരോ പൂജയ്ക്കും. ഗണപതി കൂട്ടി വെച്ചാൽ ഈ ധ്യാനി പാടിക്കഴിഞ്ഞാൽ കൂറ് കൂട്ടുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. ഇടയ്ക്കായാലും സോപാന സംഗീതത്തിലുള്ള സംഭവമാണത്. ഈ ധ്യാനിയും കൂറുമാണ് മെയിനായിട്ടുള്ളത്. 36 വർഷമായി സോപാന സംഗീത രംഗത്തുണ്ട് ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വൈക്കം മഹാദേവ ക്ഷേത്രം, ഉദയനാപുരം ക്ഷേത്രമടക്കം 6ഓളം ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്തു. ഈ വർഷത്തെ മകരവിളക്കുത്സവത്തോടെ ജയകുമാറിന്റെ ശബരിമലയിലെ കാലാവധി പൂർത്തിയാകും. പ്രേം ശശിക്കൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.